അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് എങ്ങനെ ഇടപെടാൻ പാടില്ല എന്നതിനു കൂടി ഉദാഹരണമാണ് കോട്ടയം കോരുത്തോട്ടിൽ ഇന്ന് നടന്ന പരിപാടി. You just be there. Just be there. I will come to you. You just wait for your turn. You are coming. You please wait for your turn. സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ അത് പറയൂ. ഞാൻ ഭയക്കുന്നില്ല. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സാക്ഷാൽ PC ജോർജിന് പോലും പിടിച്ചു നിൽക്കാനായില്ല. ചെന്ന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. പോരാത്തതിന് അവതാരകന്റെ നിരന്തര ഇടപെടലും. I am the moderator here. You may please be seated. What moderator? You may What please be nonsense seated. you are saying? No, you are not. You are uttering absolute nonsense. You please be seated. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ലോനപ്പാ എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ. ഇവിടെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ. PC അദ്ദേഹമൊക്കെ നല്ല വായ്മൊഴി വഴക്കമുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആലോചിക്കാം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ വിഷയം വന്യജീവി ആക്രമണം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് സമാധാനപ്പെട. അദ്ദേഹം ധൃതി പിടിക്കാതെ സമാധാനപ്പെടെ. ഇവിടെ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. താങ്കൾ അവിടെ ഇരിക്കണം. ഞാൻ മോഡറേറ്ററാണ്. എന്തതും എന്റെ നിയന്ത്രണം വിട്ടു. ഈ ചർച്ചയുടെ മോഡറേറ്ററാണ്. താങ്കൾ അവിടെ ഇരിക്കണം ദയവായിട്ട് പ്ലീസ്. ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ, ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ചോദ്യം ഇതേ ഉള്ളൂ. കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് NDA സർക്കാർ തയ്യാറാകുന്നില്ല? ചോദ്യം കേട്ടല്ലോ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണല്ലോ. ജനങ്ങൾ കേട്ടല്ലോ. കേട്ടെങ്കിലൊന്ന് കൈയടിച്ചേ. കേട്ടല്ലോ. ഓക്കെ, ഇനി അതിന്റെ ആൻസർ പറഞ്ഞാട്ടെ അദ്ദേഹം. അതിന്റെ ആൻസർ എന്ത്? I am trapped. No, you are not. You are uttering absolute nonsense. You please be seated. You please be seated. വാഴൂർ അദ്ദേഹം Problem is the predicted and not predicted. Unpredictable the subject. The matter is the diversion of the integrity, credibility in the food oil. തുടങ്ങുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നേ. അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും. ചോദ്യം ചോദിക്കൂ. എന്റെ നമ്മൾ പിന്നെ വരാം.